പ്രിയമുള്ളവരെ, എല്ലാവർക്കും നൊയമ്പിൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും ഈ സമയത്ത് നേരുകയാണ്. വലിയ നൊയമ്പിൻ്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നൊയമ്പിൻ്റെ 4ാമത്തെ ആഴ്ചത്തെ ചിന്ത എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഉറപ്പിലേക്ക് വിളിക്കുന്നു. നമ്മുടെയൊക്കെ വിശ്വാസം ഒരുപക്ഷെ ഇന്ന് ഏതോ ഒരു ലോകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയും പശ്ചാത്തലവും എല്ലാം ഇന്ന് നമ്മളിൽ നിന്ന് അകറ്റി മായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഇന്ന് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൽ ജീവിക്കുവാനും നമ്മൾ ആയിരിക്കുന്ന മേഖലകൾ എല്ലാം ഇന്ന് വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളെല്ലാം നിറവേറുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് വിശ്വാസത്തിൽ ആയിരിക്കുന്നത്. ചിലർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഈ വിശ്വാസത്തിൻ്റെ മൂല്യം ഇന്ന് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയും. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ച വന്നിട്ടുള്ളത്? തകർച്ചകളാണോ നമ്മുടെ സ്വപ്നങ്ങളാണോ ഇന്ന് നമ്മളിലെ വിശ്വാസ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? പശ്ചാത്തലത്തിൻ്റെ വഴി മനുഷ്യൻ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ആ മനുഷ്യൻ്റെ തെറ്റുകൾ ഇന്ന് അവനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അവ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് മടങ്ങി വരുമ്പോൾ ദൈവം നമ്മെ സ്വീകരിക്കുന്നു. ഈ നൊയമ്പ് കാലം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുവാൻ, തെറ്റിപ്പോയി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥന നമ്മെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടം. സമയമെങ്കിലോ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് സമാധാനം ലഭിക്കും. സ്നേഹവും കരുണയും യേശു നമ്മെ പഠിപ്പിച്ചത് സ്നേഹമാണ്. സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുകയും ശ്രമിക്കുവാനും ഈ നൊയമ്പ് കാലം നമുക്ക്
ഇടയായിത്തീരണം പ്രിയമുള്ളവരെ. ആത്മീയ വളർച്ച, നോമ്പ് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് യാത്രയാണ്. വിശ്വാസത്തിൽ വളരുവാനും നല്ല ജീവിതം നയിക്കുവാനും ഈ സമയം ഉപയോഗിക്കണം. 4-ാം ഞായർ നമ്മളോട് പറയുന്നത് നൊയമ്പ് ശരീരത്തിന് മാത്രമല്ല, ആത്മാവിനു വേണ്ടിയാണ്. പ്രാർത്ഥന, സ്നേഹം, പശ്ചാത്താപം എന്നിവയിലൂടെ ദൈവത്തോട് അടുത്തു വരാം. ചിന്ത എന്ന് പറയുന്നത്, കർത്താവേ, എൻ്റെ ഹൃദയം ശുദ്ധമാക്കി നിന്റെ വഴിയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും ഈ സമയത്ത് നേരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണമെന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്.